മമ്മൂക്ക മൂവിയായ ഡൊമിനിക് ആൻഡ് ലേഡീസ് സ്പേസ് എന്ന് പറയുന്ന സിനിമ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് എത്തി നിൽക്കുന്നു. 16ാമത്തെ ദിവസത്തിലൂടെയാണ് ഈ ഒരു ചിത്രം ഇന്ന് വെള്ളിയാഴ്ച ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും അതോടൊപ്പം തന്നെ എത്രത്തോളം തിയേറ്റർ ഈ ഒരു സിനിമയ്ക്ക് തേർഡ് വീക്കിൽ ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ എൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമയുടെ 15 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടിക്ക് മുകളിലും 15 ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ 10 കോടിക്ക് അടുത്തേക്കും എത്തി നിൽക്കുന്നു. സിനിമ തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ വിജയം കൈവരിച്ച സിനിമയായി തീർന്നിരിക്കുന്നു. മൂന്നാമത്തെ ആഴ്ചയിലും കേരളത്തിൽ മാത്രം 100ഓളം സ്ക്രീനിൽ ഈ ഒരു സിനിമ ഇപ്പോഴും കളിക്കുന്നുണ്ട്. സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള സ്റ്റഡി കളക്ഷൻ നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് കൊണ്ട് മാത്രമാണ് സിനിമയ്ക്ക് ഇത്രത്തോളം സ്ക്രീനും കാര്യങ്ങളെല്ലാം ഇപ്പോഴും ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ നിലനിർത്തിയിരിക്കുന്നത്. ടോട്ടൽ കളക്ഷൻ 20 കോടിയും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ 25 CRൽ ഇടം പിടിക്കാൻ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഫൈനൽ കളക്ഷൻ ആയിട്ട് സാധിക്കുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്നു. എന്നാൽ മമ്മൂട്ടി കമ്പനി റിലീസിന്റെ മുന്നേ നൽകിയ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം വളരെ കുറവ് തന്നെയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സിനിമയ്ക്ക് ആദ്യ വീക്കെൻഡ് കളക്ഷനിൽ ചെറിയ ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെയും നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ഈ ഒരു സിനിമയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീക്കെൻഡ് കളക്ഷനും നല്ല രീതിയിൽ സ്റ്റഡി കളക്ഷൻ നിലനിർത്തി മുന്നോട്ട് പോവാൻ ഡൊമിനിക് എന്ന ചിത്രത്തിന് സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു 20 കോടിയോളമാണ് സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ. നല്ല പ്രൊമോഷനോട് കൂടെ വന്നൊരു സിനിമയാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ സിനിമയ്ക്ക് 25 കോടിക്ക് മുകളിലേക്കുള്ള ഒരു കളക്ഷനിലേക്ക് എത്തപ്പെടാനും ഫൈനലി സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 30 കോടിക്ക് മുകളിൽ എത്താനും ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുമായിരുന്നു. പ്രൊമോഷൻ്റെ ഇടിവ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ കളക്ഷനെ പിറകോട്ട് വലിച്ചിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനി സിനിമകൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള പ്രൊമോഷൻ നൽകുകയും പ്രൊമോഷൻ്റെ കാര്യത്തിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കുകയും വേണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. മമ്മൂട്ടി കമ്പനി എന്തുകൊണ്ടാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് സ്പേസ് എന്ന് പറയുന്ന ചിത്രത്തിന് പ്രൊമോഷൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചത് എന്നും വിലയിരുത്തേണ്ടത് തന്നെയാണ്. നല്ല രീതിയിൽ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹൈപ്പ് കാര്യങ്ങളെല്ലാം സിനിമയ്ക്ക് നെഗറ്റീവായി വരുമോ എന്നുള്ള പേടിക്കൊണ്ടായിരിക്കാം പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കുറച്ചത്. അല്ലെങ്കിൽ സിനിമ നല്ല സിനിമയാണ് എന്നുള്ള ഓവർ കോൺഫിഡൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമ കണ്ടു കഴിഞ്ഞ് പ്രേക്ഷകർ കണ്ണൂർ സ്ക്വാഡ് പോലെ വമ്പൻ മൗത്ത് പബ്ലിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ തിയേറ്ററിൽ ജനസാഗരം തീർക്കുമെന്ന് ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ടീം വിചാരിച്ച് കാണും. എന്തായാലും തിയേറ്ററിൽ വൻ വിജയമാവേണ്ട ഒരു സിനിമയെ പ്രൊമോഷൻ്റെ കാര്യത്തിൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ ഒരു ആവറേജിൽ ഒതുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനി ഒന്നും കൂടെ പ്രൊമോഷൻ്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. 16ാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന ഡൊമിനിക് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തിയേറ്ററിൽ സ്റ്റഡി കളക്ഷൻ നിലനിർത്തി മുന്നോട്ട് പോകുന്നത്. ഇനിയും അനേകം ദിവസങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണും. പല മീഡിയാസും ഈ ഒരു സിനിമ വാഷ് ഔട്ടായി പോയി എന്നുള്ള രീതിയിലുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്. അവരോടായിട്ട് പറയാനുള്ളത് ഒന്ന് മാറി നിന്ന് കരഞ്ഞോളൂ. നിങ്ങളുടെ താരത്തിന് കിട്ടുന്ന രീതിയിലുള്ള അട്ടർ ഫ്ലോപ്പ് എന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡിസാസ്റ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിലൊന്നും പെടാൻ മമ്മൂക്ക ചിത്രങ്ങൾക്ക് സാധിക്കില്ല. അത് വേറെ ലെവലാണ്, വേറെ റേഞ്ചാണ്. OTT റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും അതോടൊപ്പം തന്നെ തിയേറ്റർ കളക്ഷനും കൂടി ചേരുന്ന സമയത്ത് നല്ല പ്രോഫിറ്റായി മാറുന്ന സിനിമയായി തീരും ഡൊമിനിക്. നമ്മുടെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജനാസ്.